വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഫൗണ്ടേഷൻ ലേണിംഗ് സ്റ്റഡി 2026 മൂന്നാം ക്ലാസ്സിൻ്റെ മാതൃകാ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. വളരെ നല്ല ഒരു ചുവടുവയ്പ്പാണ് ഫൗണ്ടേഷൻ ലേണിംഗ് സ്റ്റഡി. കുട്ടികളിൽ ആത്യന്തികമായിട്ട് അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട പഠന തെളിവുകൾ, മികവുകൾ കണ്ടെത്തുകയും കുട്ടിയുടെ പഠന നിലവാരം അളക്കുകയും ചെയ്യുന്ന ഒരു പരീക്ഷയായിട്ട് നന്നായിട്ട് അനുഭവപ്പെട്ട ഒന്നാണ് ഇത്. ഇവിടെ കുട്ടിയെക്കുറിച്ച് ചിത്രങ്ങൾ കാണിക്കുന്നു. ആ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാക്യം പറയുമ്പോൾ ഓരോ കുട്ടിയും പരീക്ഷ എഴുതുന്ന ഓരോ കുട്ടിയും വ്യക്തിപരമായിട്ട് അതിന് ഉത്തരം നൽകണം. അതിന് 1 മിനിറ്റാണ് സമയം. ഉത്തരം കൃത്യമായില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. സ്കോറ് അവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ ഉദാഹരണം ചിത്രം തന്നിരിക്കുന്നത് ഇപ്രകാരമാണ്. ഒരു അണ്ണാൻ മരത്തിൽ കയറുന്നു. 1 മിനിറ്റ് സമയം കൊണ്ട് ചിത്രം നോക്കി 4 ചിത്രങ്ങൾ നോക്കുക. ബന്ധപ്പെട്ട ചിത്രവുമായി ചേരുന്ന ആ വാക്യം കണ്ടെത്തി പറയുന്നു. ഒരു അണ്ണാൻ മരത്തിൽ കയറുന്നു. അടുത്ത ചിത്രം നോക്കാം. കുട്ടികൾ പൂന്തോട്ടത്തിൽ കളിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും ആ ചിത്രം 4 പരിശോധിക്കുക. 1, 2, 3, 4 ചിത്രം 1 മിനിറ്റിനുള്ളിൽ പരിശോധിക്കുക. കൃത്യമായിട്ട് കുട്ടികൾ പൂന്തോട്ടത്തിൽ കളിക്കുന്നതിൻ്റെ ചിത്രം മനസ്സിലാക്കുകയാണെങ്കിൽ പൂർണ്ണമായ സ്കോർ ലഭിക്കുന്നതാണ്. അടുത്ത 4 ചിത്രങ്ങൾ നോക്കാം. ഫുട്ബോൾ കളിക്കുവാൻ പന്തിൽ കാറ്റ് നിറയ്ക്കണം. കുട്ടി പമ്പ് ഉപയോഗിച്ച് പന്തിൽ കാറ്റ് നിറയ്ക്കുന്ന ചിത്രം ഏതാണെന്ന് കണ്ടെത്തി വളരെ പെട്ടെന്ന് ബന്ധപ്പെട്ട ചിത്രം കണ്ടെത്തി പറയുക. അടുത്ത 4 ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് നോക്കൂ. സ്കൂൾ മുറ്റത്ത് കുട്ടികൾ വരിവരിയായി നിൽക്കുന്നു. വരിയുടെ മുമ്പിൽ ഒരു കുട്ടി അല്പം മാറിയിരുന്ന് ബാഗ് പരിശോധിക്കുന്നു. ഉത്തരം കണ്ടല്ലോ. അടുത്ത ചിത്രം നോക്കാം. വയലിൽ വിളവെടുപ്പാണ്. വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ കൊയ്യുക, അല്ലെ ഫലം എടുക്കുക. ഒരു കർഷകൻ വൈക്കോൽ കെട്ടുകൾ ചുമന്ന് വണ്ടിയിലേക്ക് കയറ്റുന്നു. ചെറിയ കെട്ടുമായി അച്ഛനെ സഹായിക്കാൻ മകൾ ഒപ്പമുണ്ട്. ഏത് ചിത്രമാണെന്ന് നോക്കാം. ഉത്തരം കണ്ടെത്തിയല്ലോ. വെരി ഗുഡ്. ഉത്തരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ചിത്രം 2, ചിത്രം 1, ചിത്രം 4, ചിത്രം 2, ചിത്രം 3. ഇവിടെ ഒരു വാക്യമാണ് ശരിയായതെങ്കിൽ 1 സ്കോറാണ്. ഒന്നും ശരിയായില്ലെങ്കിൽ 0. 4, 5 വരെയുള്ള വാക്യങ്ങളെല്ലാം ശരിയായാൽ 3 മാർക്ക് ലഭിക്കും. 2 മുതൽ 3 വരെ വാക്യങ്ങളെ ശരിയായ ചിത്രങ്ങളുമായി പൊരുത്തപ്പെടുത്തുകയാണെങ്കിൽ 2 മാർക്ക് ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം പരിശോധിക്കാം. മഴ, ചന്തം, പന്തം തുടങ്ങിയ 3 വാക്കുകൾ വളരെ പെട്ടെന്ന് ഉച്ചരിക്കുക. കുട്ടി അത് 5 സെക്കൻഡിൽ ആദ്യത്തെ ശബ്ദം ഏതാണെന്ന് പറയണം. മഴ മ, ചന്തം ച, പന്തം പ. അപ്പോൾ ചന്തം, പന്തം, മഴ എന്നുള്ളതിന് ആദ്യത്തെ ശബ്ദമാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ വളരെ പെട്ടെന്ന് നാം പഠിച്ചിട്ടുള്ള അക്ഷരങ്ങളെ തിരിച്ചറിയാൻ കഴിയുക വലിയൊരു കാര്യമാണല്ലോ. ചന്തം എന്ന വാക്കിലെ അവസാനത്തെ ശബ്ദം ഏതാണ്? ഇന്തം. പന്തം എന്ന വാക്കിലെ അവസാനത്തെ ശബ്ദം ഇന്തം. ഇനി മഴ എന്ന വാക്കിലെ അവസാനത്തെ ശബ്ദം ഴ. ഇതുപോലെ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് അക്ഷരങ്ങളുടെ നിറവിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് വാക്കുകളുടെയും ആദ്യത്തെ ശബ്ദം പറയാൻ നമുക്ക് സാധിക്കണം. കലം ക, രവി ര. പാട്ട് എന്നുള്ള വാക്കിൻ്റെ രണ്ടാമത്തെ ശബ്ദം ചോദിച്ചാൽ ട്. കാൽ എന്ന വാക്കിൻ്റെ രണ്ടാമത്തെ ശബ്ദം ചോദിച്ചാൽ ഇ. അതുപോലെ തേൻ, പണം, നാട് ഇതൊക്കെ വായിക്കുകയും ആദ്യത്തേതോ അവസാനത്തേതോ ആയ ശബ്ദം ചോദിച്ചാൽ തിരിച്ചറിഞ്ഞ് പറയുക എന്നുള്ളത് വളരെ നല്ല ഒരു പ്രവർത്തനമാണ്. ചോദ്യം 3 വായിക്കാനുള്ളതാണ്. ഇവിടെ നൽകിയിരിക്കുന്നത് അക്ഷരങ്ങൾ വലുതായി അച്ചടിച്ചൊരു വർക്ക്ഷീറ്റിൽ അക്ഷരങ്ങൾ വായിക്കണം. അതിൻ്റെ ശബ്ദവും തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്തുക. ഞാൻ തുടങ്ങാം എന്ന് പറയുമ്പോൾ അക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ശരിയായി ഉച്ചരിക്കണം. അറിയില്ലെങ്കിൽ അടുത്തത് വായിച്ച് മുന്നോട്ട് പോവുക. പ്രിയ കുട്ടികളെ, ഒന്നിച്ച് വായിച്ചാൽ മാത്രമാണ് മാർക്ക് ലഭിക്കുക. കൂട്ടക്ഷരങ്ങൾ വെവ്വേറെയായി കുട്ടി വായിക്കുകയാണെങ്കിൽ ഒരുമിച്ച് വായിക്കാൻ പരിശ്രമിക്കണം. അതല്ലെങ്കിൽ ഒരുമിച്ച് വായിക്കുന്നില്ലെങ്കിൽ തെറ്റായി വായിച്ചതായി രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. 1 എന്ന വാക്ക് ഓ ന്ന് അങ്ങനെ വായിക്കരുത്. നല്ല ഒരു റീഡിങ്ങിലേക്ക്, നല്ലൊരു വായനയിലേക്ക് കുട്ടികൾ വളരാൻ വേണ്ടി നൽകുന്ന പ്രവർത്തനമാണ്. ഇവിടെ നോക്കുക. പച്ച, ചുണ, ധാരാളം വാക്കുകളിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വായിക്കാൻ വേണ്ടി സാധിക്കണം. ലത, കര, ഇന്ന്, സാരി, വരാം. കുട്ടി തുടർച്ചയായി 10 അക്ഷരങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ തെറ്റായി വായിക്കുകയാണെങ്കിലോ വായന നിർത്താൻ ആവശ്യപ്പെടാം. ഒരക്ഷരം വായിക്കുന്നതിന് 5 സെക്കൻഡിൽ കൂടുതൽ സമയമെടുക്കുകയാണെങ്കിൽ അടുത്ത അക്ഷരം വായിക്കാൻ ആവശ്യപ്പെടാം. പ്രിയ കുട്ടികളെ ഓർക്കണം, വളരെ വേഗത്തിലും കൃത്യതയിലും മലയാള അക്ഷരങ്ങൾ നിങ്ങൾക്ക് അറിയാം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രവർത്തനം. വളരെ ഭംഗിയായി ചെയ്യുമല്ലോ. ആവർത്തിച്ച് വീഡിയോ കണ്ട് പഠിച്ച്
തുടർന്നുള്ള പരീക്ഷകളിൽ വിജയിക്കണം. ശരിയായി വായിച്ച അക്ഷരങ്ങൾ 100 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര വാക്കുകൾ അറിയാം, എത്ര സമയമാണ് അതിന് ഉപയോഗിച്ചതെന്ന് രേഖപ്പെടുത്തുകയും വേണം. അതിന് കുട്ടികൾ ശരിയായി വായിച്ച അക്ഷരങ്ങളുടെ എണ്ണം 100-ൽ എത്രയാണെന്നും എത്ര സമയം എടുത്തു എന്നുള്ളതും രേഖപ്പെടുത്തുക. ചോദ്യം 4. വലുതായി അച്ചടിച്ച വാക്കുകൾ ഉൾപ്പെടുന്ന ഒരു വർക്ക്ഷീറ്റ് നൽകുക. വിരൽ ആദ്യ വാക്കിൻ്റെ മുകളിൽ വെച്ച് വർക്ക്ഷീറ്റിൻ്റെ ഇടത് ഭാഗത്ത് നിന്ന് വലത്തേക്ക് വായിക്കുക. തുടങ്ങൂ എന്ന് പറയുമ്പോൾ വാക്കുകൾ വായിക്കണം. ഓരോ വാക്കിലും വിരൽ തൊട്ട് വായിക്കണം. അറിയാത്ത വാക്കുകളുണ്ടെങ്കിൽ അവ വിട്ട് അടുത്ത വാക്കിലേക്ക് പോവുക. ഉദാഹരണം 50 വാക്കുകളുണ്ടെങ്കിൽ ആ ഒന്ന് കഷ്ടപ്പെട്ട് വായിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി എല്ലാ മാർക്കും നഷ്ടപ്പെടും. കാരണം പല വാക്കുകൾ നമുക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വാക്ക് അറിയില്ലെങ്കിൽ അടുത്ത വാക്കിലേക്ക് വളരെ പെട്ടെന്ന് കൈ തൊട്ട് വായിച്ച് കടന്നു പോകണം. ഇതെല്ലാം ഒന്ന് വിശദമായിട്ടൊന്ന് വായിച്ച് പഠിക്കുക. റൊട്ടി, പഴംപൊരി, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ വാക്കുകൾ വായിച്ച് അതെവിടെയാണെന്ന് വീണ്ടും കണ്ടെത്തുക. തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വായിക്കാനുള്ള കഴിവ് ആർജിക്കുക. ചോദ്യം 5. ഒരു പേജിൽ വലിയ അക്ഷരത്തിൽ അച്ചടിച്ചിട്ടുള്ള അർത്ഥമില്ലാത്ത വാക്കുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇടത് ഭാഗത്ത് ആദ്യ വാക്കിൽ വിരൽ ചൂണ്ടി ഇടത്ത് നിന്ന് വലത്തോട്ട് വായിക്കാൻ നിർദ്ദേശം ലഭിക്കുമ്പോൾ തന്നെ വാക്കുകൾ നിറഞ്ഞ ആ പേജ് വാക്കുകൾ അക്ഷരങ്ങൾ ചേർത്ത് ശ്രദ്ധയോടെ വായിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിന്ന് തുടങ്ങി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. കുട്ടിയെ അർത്ഥമില്ലാത്ത വാക്കുകളുള്ള ഷീറ്റ് കാണിച്ചുകൊണ്ട് വായിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ചോദ്യം 6 വളരെ എളുപ്പമുള്ളതാണ്. വായിച്ച ആശയം ഗ്രഹിക്കലാണ്. വാക്യവും ചിത്രവും നൽകിയിട്ടുണ്ട്. ആ വർക്ക്ഷീറ്റിൽ വാക്യവും ചിത്രവും തമ്മിൽ ബന്ധിപ്പിക്കുക. ആശയം മനസ്സിലാക്കി വാക്യം വിവരിക്കുന്ന ചിത്രം കണ്ടെത്തി തൊട്ട് കാണിക്കണം. വാക്യം 1. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. ബന്ധപ്പെട്ട ചിത്രം നൽകിയിട്ടുണ്ട്. കുട്ടി 1 മിനിറ്റിനുള്ളിൽ പ്രതികരിക്കുന്നില്ലെങ്കിൽ അടുത്ത വാക്യത്തിലേക്ക് പോകാൻ ആവശ്യപ്പെടണം. അടുത്ത 4 ചിത്രങ്ങൾ പരിശോധിക്കുക. വാക്യം അച്ഛനും അമ്മയും അടുക്കളയിൽ ജോലി ചെയ്യുന്നു. വാക്യം 3. കുട്ടി ചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കുന്നു. ബന്ധപ്പെട്ട ചിത്രം കണ്ടെത്തുക. വാക്യം 4. നല്ല തെളിഞ്ഞ ആകാശം, ചിരിച്ചു നിൽക്കുന്ന സൂര്യന് ചുറ്റും 3 മേഘങ്ങൾ ഒഴുകി നടക്കുന്നു. ചിത്രം കണ്ടല്ലോ. 4 ചിത്രവും പരിശോധിക്കുക. ബന്ധപ്പെട്ട വാക്യവുമായി ഒത്തുപോകുന്ന ചിത്രം തൊട്ട് കാണിക്കുക. ഉത്തരങ്ങളും വിലയിരുത്തൽ സൂചകങ്ങളും നൽകിയിട്ടുണ്ട്. ഉത്തരങ്ങൾ പരിശോധിക്കുക. എത്ര മാർക്ക് ലഭിക്കുമെന്ന് ഒന്നുകൂടി ചെയ്തു നോക്കുമല്ലോ. ചോദ്യം 7. ഒരു കഥ വായിക്കുന്നതാണ്. ടൈമർ വേണം, അല്ലെങ്കിൽ ഒരു വാച്ച് വേണം. പിന്നെ നൽകിയിരിക്കുന്ന കഥ വായിക്കുന്നതിനിടയിൽ വിരൽ തൊട്ട് വായിക്കുക. ഒരു വാക്ക് തെറ്റുകയാണെങ്കിലോ അത് അറിയില്ല എങ്കിലോ അത് വിട്ട് അടുത്ത വാക്ക് വായിച്ച് മുന്നോട്ട് പോകാം. ടൈമർ വെച്ച സമയം നോക്കുക. സമയം കുട്ടി കഥ വായിക്കാൻ ഒരു വാക്ക് വായിക്കാൻ 5 സെക്കൻഡിൽ കൂടുതൽ സമയമെടുക്കുകയാണെങ്കിൽ അടുത്ത വാക്കിലേക്ക് പോകാൻ പറയണം. ഒന്നാമത്തെ വാക്യത്തിൽ ഒരു വാക്കും വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റായി വായിക്കുകയാണെങ്കിലോ വായന നിർത്തുക. കഥ വായിക്കാം. രാമുവിൻ്റെ ഗ്രാമത്തിൽ ഒരു ചെറിയ വായനശാലയുണ്ട്. ശനിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് ശേഷം രാമുവും കൂട്ടുകാരും അവിടെ ഒത്തുകൂടും. വായനശാലയുടെ മൂലയിലുള്ള അലമാരയിൽ കുട്ടികൾക്കായി നിറയെ കഥാപുസ്തകങ്ങളുണ്ട്. അവിടെയുള്ള മനോഹരമായ ചിത്രങ്ങളോട് കൂടിയ വലിയ പുസ്തകങ്ങൾ രാമുവിന് വളരെ ഇഷ്ടമാണ്. ഒരു ദിവസം അവൻ ഒരു കൊച്ചു മുയലിൻ്റെയും ആമയുടെയും കഥയുള്ള പുസ്തകം എടുത്തു വായിച്ചു. കഴിഞ്ഞപ്പോൾ അവൻ അത് തിരികെ അലമാരയിൽ തന്നെ വെച്ചു. വായനശാലയുടെ ചുമരിൽ വായന വളർത്തുന്നു എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അന്ന് വൈകുന്നേരം ലൈബ്രറിയൻ മാഷ് അവർക്ക് പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. വായന ഒരു നല്ല ശീലമാണെന്ന് അന്ന് രാമുവിന് തോന്നി. വായിക്കാൻ എടുക്കേണ്ട സമയം 60 സെക്കൻഡാണ്. കുട്ടിയുടെ വായനയെ താഴെ പറയുന്ന പ്രകാരം അടയാളപ്പെടുത്താവുന്നതാണ്. തെറ്റായി വായിച്ച വാക്ക് സ്ലാഷ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. സ്വയം തിരുത്തി വായിക്കുന്ന വാക്കുകൾക്ക് ഒരു റൗണ്ടിലൊരു വര വരച്ച് ഉപയോഗിച്ച് രേഖപ്പെടുത്തുക. വായിക്കാത്ത, പ്രതികരിക്കാത്ത അക്ഷരം, വാക്ക് അവയുടെ താഴെ അടിയിൽ വരയിടുക. 60 സെക്കൻഡിനുള്ളിൽ വായിച്ചു തീരുന്ന വാക്കിന് ശേഷം ബ്രാക്കറ്റ് അടയാളം ഉപയോഗിച്ച് രേഖപ്പെടുത്തുക. തുടർന്ന് വിലയിരുത്തൽ നടത്തുക. ചോദ്യം 7B. ഇതിൽ നേരത്തെ വായിച്ച കഥയുടെ ചോദ്യങ്ങളാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രാമുവും കൂട്ടുകാരും ഒത്തുകൂടുന്നത് എവിടെയാണ്? രാമുവിന് വളരെ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ഏതാണ്? ഇവിടെ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനകത്ത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ അറിയില്ല തുടങ്ങിയവ മാർക്ക് ചെയ്യുകയാണ് വേണ്ടത്. ടിക്കിട്ടാൽ മതിയാകും. രാമു വായിച്ച കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? കൊച്ചുമുയലും ആമയും. ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ പ്രതികരണമില്ല. രാമു പുസ്തകം വായിച്ചിട്ട് എന്തു ചെയ്യും? തിരികെ അലമാരയിൽ വെച്ചു. തുടർന്നുള്ള അതുപോലെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് കുട്ടികൾ ചെയ്യേണ്ടത്. വായന ഒരു നല്ല ശീലമാണെന്ന് രാമുവിന് തോന്നിയത് എപ്പോഴാണ്?
ചോദ്യം 8 മറ്റൊരു കഥ വായിക്കുക എന്നുള്ളതാണ്. വായന തുടങ്ങാൻ ആവശ്യപ്പെടുമ്പോൾ 60 സെക്കൻഡുകൾക്കകം കുട്ടി കഥ വായിക്കാൻ ഉപയോഗിക്കാം. ഒരു വാക്ക് വായിക്കാനായി 5 സെക്കൻഡിൽ കൂടുതൽ സമയം ഒരു കുട്ടി എടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത വാക്കിലേക്ക് പോകാൻ ആവശ്യപ്പെടാം. കഥ വായിച്ചു തരുന്നത് വീണ്ടും വീണ്ടും വായിച്ച് മനോഹരമായി ഏത് കഥയും വായിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ്. ഒരു മനോഹരമായ പുഴയോരമായിരുന്നു അത്. പുഴയിൽ വെള്ളം തെളിഞ്ഞു കാണാമായിരുന്നു. അക്കരെ വലിയൊരു കാടുണ്ട്. കാട്ടിൽ നിന്നും ഒരു ആനക്കൂട്ടം പുഴയിൽ വെള്ളം കുടിക്കാൻ എത്തി. കുട്ടി ആനകൾ വെള്ളത്തിലിറങ്ങി തുമ്പിക്കൈ കൊണ്ട് വെള്ളം ചീറ്റിച്ചു കളിച്ചു. കരയിൽ നിന്നിരുന്ന ഒരു കൊക്ക് ഇതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ മീൻ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്നു. കൊക്ക് വേഗത്തിൽ താഴേക്ക് പറന്ന് അതിനെ കൊത്തിയെടുത്തു. മരക്കൊമ്പിലിരുന്ന കുരങ്ങന്മാർ ഈ കാഴ്ച കണ്ട് ആർത്തു വിളിച്ചു. കാട്ടിലെ പക്ഷികളെല്ലാം കിളിക്കൊഞ്ചലുമായി അന്തരീക്ഷം നിറച്ചു. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ ആനകൾ പതിയെ കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. 60 സെക്കൻഡ് കൊണ്ട് വായിച്ചു തീർക്കണം. അതല്ലെങ്കിൽ വീണ്ടും ആവർത്തിക്കുക. മുൻപ് വായിച്ച പ്രകാരം തന്നെ ആ കഥയുടെ ചോദ്യങ്ങളാണ് നൽകിയിരിക്കുന്നത്. പുഴയോരത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? പുഴയ്ക്കക്കരെ എന്താണുള്ളത്? കാട്. കുട്ടിയാനകൾ വെള്ളത്തിലിറങ്ങി എന്താണ് ചെയ്തത്? കൊക്ക് എന്തു ചെയ്തു? വലിയ മീനിനെ കുത്തിയെടുത്തു. ഇത് ശരിയാണോ തെറ്റാണോ? പ്രതികരണമില്ല എന്നീ കോളങ്ങളിൽ സൂചിപ്പിച്ചുകൊണ്ട് വിലയിരുത്തൽ നടത്താവുന്നതാണ്. സ്വയം കുട്ടികൾക്ക് വിലയിരുത്താവുന്നതാണ്. ചോദ്യം 9. ഒരു ചിത്രം കാണിക്കുന്നു. അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അതിനുശേഷം ചിത്രത്തെ അടിസ്ഥാനമാക്കി 3 വാക്യങ്ങൾ എഴുതുക. ചിത്രം നിരീക്ഷിച്ച് കുട്ടികൾ തയ്യാറാക്കിയ വാക്യങ്ങൾ പരിശോധിച്ച് വിലയിരുത്തൽ നടത്താവുന്നതാണ്. അടുത്തത് ഗണിത പരീക്ഷയാണ്. ചോദ്യം 1. നൽകിയിരിക്കുന്ന ഓരോ സംഖ്യകളും ചൂണ്ടിക്കാണിച്ച് വായിക്കുവാൻ ആവശ്യപ്പെടുകയാണ് വേണ്ടത്. പ്രതികരിക്കാതിരിക്കുകയോ തെറ്റായ ഉത്തരം പറയുകയോ ചെയ്യുകയാണെങ്കിൽ അടുത്ത സംഖ്യയിലേക്ക് പോകാവുന്നതാണ്. ഓരോ വരിയിലെയും സംഖ്യകൾ വായിക്കേണ്ടതാണ്. ചോദ്യം നമ്പർ 2. തന്നിരിക്കുന്ന സംഖ്യകൾ കടലാസിൽ എഴുതി കാണിക്കുക. വലിയ സംഖ്യ ഏതാണെന്ന് പറയുക. 41, 26, 2, 8 തുടങ്ങിയ സംഖ്യ വിവേചിച്ചറിയുന്ന ഒരു ഗ്രിഡാണ് ടീച്ചർ കരുതേണ്ടത്. നൽകിയിരിക്കുന്ന സംഖ്യ ഏതാണ് വലുത് എന്ന് കണ്ടെത്തുകയാണ് കുട്ടികൾ ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന സംഖ്യാചാർട്ടിലെ 4 വരികളിലെ സംഖ്യകൾ അവയിൽ ഏതാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ് കുട്ടി കണ്ടെത്തി പറയേണ്ടത്. ഓരോ വരിയിലെയും ഏറ്റവും വലിയ സംഖ്യ പറയുക. ചോദ്യം നമ്പർ 3. സംഖ്യകളും ക്രിയകളും 999 കവിയാത്ത സംഖ്യകളിൽ നിന്ന് 2, 3 അതിൽ കൂടുതലോ സംഖ്യാക്രിയകൾ ഉപയോഗിച്ച് നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്നീ ചതുഷ്ക്രിയകൾ വരാവുന്നതാണ്. അവ ഉപയോഗിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് കൂട്ടുകാർ ചെയ്യേണ്ടത്. അത് വിലയിരുത്തുകയും ചെയ്യുക. ചോദ്യം 4. ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. മനസ്സിൽ കണക്ക് കൂട്ടുകയോ അല്ലെങ്കിൽ പേപ്പറും പെൻസിലും ഉപയോഗിച്ച് ചെയ്യുകയോ ചെയ്യാം. 15 സെക്കൻഡിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ചോദ്യങ്ങളാണ്. അമിതയുടെ വീട്ടിൽ 6 കോഴികളുണ്ട്. അലൻ 3 കോഴിയെ കൊണ്ടുപോയി. അമിതയുടെ വീട്ടിൽ ബാക്കി എത്ര കോഴികളുണ്ട്? കുട്ടയിൽ വിൽപ്പനയ്ക്ക് വെച്ച 110 മാമ്പഴമുണ്ട്. 20 മാമ്പഴം വിറ്റു. ബാക്കി എത്ര? ഒരു മരക്കൊമ്പിൽ 25 കുരുവികളുണ്ട്. അവയിൽ നിന്ന് 19 കുരുവികൾ പറന്നു പോയാൽ ബാക്കി എത്ര? 34 കുട്ടികൾ ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്നു. 14 കുട്ടികൾ കൂടി കളിക്കാൻ ചേർന്നു. ആകെ എത്ര കുട്ടികൾ? രഹനയുടെ കയ്യിൽ 99 രൂപയുണ്ട്. 11 രൂപ കൂടി അമ്മ കൊടുത്തു. ഇപ്പോൾ കയ്യിൽ ആകെ എത്ര? ഇത് ഏത് തരത്തിലാണ് ചെയ്തത് എന്ന് പരിശോധിച്ച് വിലയിരുത്തൽ നൽകി സ്കോർ നൽകേണ്ടതാണ്. അടുത്ത ചോദ്യം 5. ഗുണന വസ്തുതകൾ പരിശോധിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചോദ്യം 5 എന്ന സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാൽ 5 തന്നെയാണ്. എന്നാൽ 6, 5 തുടങ്ങിയ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചാൽ 10ഉം 12ഉമാണ് ഉത്തരം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3നെ ഗുണിച്ചാൽ എന്താണ് ഉത്തരം ലഭിക്കുക എന്നുള്ളതാണ്. അടുത്ത പ്രവർത്തനം 5B. 20ൻ്റെ സ്ട്രോകളുടെ കെട്ടുകൾ വെച്ചിട്ടുണ്ട്. അതിന് 4 വീതമുള്ള കെട്ടുകളാക്കി മാറ്റണമെങ്കിൽ എത്ര സ്ട്രോകൾ ഉപയോഗിക്കണം? ക്ലോക്കിൻ്റെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ചോദ്യം 6. സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. കൃത്യമായ സമയം വിരൽ ചൂണ്ടിക്കൊണ്ട് കുട്ടികളോട് സമയം ചോദിക്കുക. അതിനനുസരിച്ച് എത്രയായി സമയം എന്നുള്ളത് കാണുക. ഒന്നാമത്തെ ചോദ്യത്തിൽ സമയം 3 മണിയാണ്. അടുത്ത ഉത്തരങ്ങൾ അതുപോലെ കണ്ടെത്തുക, വിലയിരുത്തുക. അടുത്തത് നീളം എന്നുള്ള ഒരു അടിസ്ഥാന ശേഷി പരിശോധിക്കാനുള്ള ചോദ്യങ്ങളാണ്. 3 സ്കെയിൽ നൽകിയിട്ടുണ്ട്. അതിൽ 10 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ തുടങ്ങിയ നിർദ്ദേശിച്ചിട്ടുള്ള അളവുകൾ കണ്ടെത്തി സൂചിപ്പിക്കുകയാണ് വേണ്ടത്. ചോദ്യം 7. ഭിന്നസംഖ്യകളുടെ ഒരു പരിശോധനയാണ്. തന്നിരിക്കുന്ന ചിത്രങ്ങൾ
നൽകിയിരിക്കുന്ന ചോദ്യം 4/1, അര, അതായത് 2/1, 4/3 ഭാഗം, ഇവ എത്രയാണ്, എങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കണ്ടെത്തി ഉത്തരമെഴുതുക എന്നുള്ളതാണ്. ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. ശരിയായ ഉത്തരം കണ്ടെത്തുക. ശരിയായ ഭിന്നസംഖ്യയിൽ തിരിച്ചറിയുകയോ സൂചിപ്പിക്കുകയോ ചെയ്തെങ്കിൽ മാത്രമാണ് മുഴുവൻ മാർക്ക് ലഭിക്കുക. ചോദ്യം 8 പാറ്റേണുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ലളിതമായ സംഖ്യകൾ, ആകൃതികൾ, സംഭവങ്ങൾ എന്നിവയുടെ പാറ്റേണുകൾ തിരിച്ചറിഞ്ഞ് തുടർ പാറ്റേണുകൾ രൂപപ്പെടുത്തി അവയുടെ മാനദണ്ഡങ്ങൾ പറയുക എന്നുള്ളതാണ്. ഉദാഹരണം 10 സംഖ്യകൾ വീതം ഒഴിവാക്കി ഒരു ചോദ്യം തന്നാൽ അടുത്ത സംഖ്യ ഏതാണ്? അതുപോലെ ചില ചിത്രങ്ങളും നൽകിയിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് പാറ്റേണുകൾ ചെയ്യുകയും അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടെത്തി പഠിക്കുകയും ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്താൽ മാത്രമാണ് അടിസ്ഥാന പഠനശേഷി 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതായി കരുതുകയും കാണുകയും വീണ്ടും വീണ്ടും കാണുകയും പഠിക്കുകയും ചെയ്യുമല്ലോ. അടുത്ത പ്രവർത്തനം 9 പിക്ടോഗ്രാഫ്. അതായത് ചില ചിത്രങ്ങൾ, ദൃശ്യരൂപങ്ങൾ നൽകിയിട്ടുണ്ട്. ചിത്രലേഖകൾ ഉൾക്കൊള്ളുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇവിടെ മാൻ, മുയൽ, ആന തുടങ്ങിയവ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ എത്ര പേരാണ് മുയലിനെ ഇഷ്ടപ്പെടുന്നത്, പൂച്ചയെ, മാനിനെ, ആനയെ ഇഷ്ടപ്പെടുന്നത് എത്ര പേരാണെന്നുള്ളത് കണ്ടെത്തുക. പ്രിയ കുട്ടികളെ, രക്ഷിതാക്കളെ, ഏറ്റവും അടിസ്ഥാനപരമായ വായന, എഴുത്ത്, ആശയം ഗ്രഹിച്ച് ഉത്തരം പറയൽ, ഗുണനം, ഹരണം, സങ്കലനം, വ്യവകലനം, ഭിന്നം, പാറ്റേണുകൾ, പിക്ടോഗ്രാഫ്, ഇത്രയും വസ്തുതകൾ കുട്ടികൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടിസ്ഥാനപരമായി ഇത്തരം വിവരങ്ങൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർ അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഫൗണ്ടേഷൻ ലേണിംഗ് സ്റ്റഡി ഒരു മെറ്റീരിയൽ തയ്യാറാക്കി ചെയ്യുന്നത്. ശ്രദ്ധിക്കുമല്ലോ. വീണ്ടും